കാരണം വാഴയിൽ ഞാൻ ചെയ്ത ഒരു ടോം ബോയ്ഷ് ക്യാരക്ടർ. അപ്പോൾ ഈ ഒരു നാട്ടിൽ കുറച്ച് ബബ്ലി ആയിട്ടുള്ള ഒരു നാട്ടുംപുറത്തുകാരി എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനത്തെ ഒരു നല്ല ക്യാരക്ടറാണ് PSCക്കൊക്കെ. അപ്പം ഞാനായിട്ട് ഒരു ഇൻപുട്ട് ഇത് എന്നെ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, ഇവരൊക്കെ കട്ട് ചെയ്താൽ മതി. എനിക്കൊന്നും പറയാൻ ഇവർ സമ്മതിക്കത്തില്ല, അതാണ് സംഭവം. ശരിക്കും മീനാക്ഷി നന്നായിട്ട് പാട്ട് പാടും. പടത്തില് ഒരു ആദ്യമായിട്ട് പ്ലേബാക്ക് സിംഗർ എന്നാ എനിക്ക് കുറച്ച് പറയാനുണ്ട്. മാത്യുവും പാടിയിട്ടുണ്ട്, ഞാനും പാടിയിട്ടുണ്ട്. എന്റെ പാട്ട് കട്ട് ചെയ്തു, മാത്യുവിന്റെ പാട്ടുണ്ട്. അപ്പൊ ആരാണ് നല്ലോണം പാടിയത്? ആ പാട്ട് എനിക്കൊന്ന് കേൾപ്പിക്കണമെന്നാണ്. എക്സ്ക്ലൂസീവ്, നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ്. എങ്ങനെയുണ്ട്? എനിക്കത് ഒരു കലാകാരന്റെ ഒരു വലിയൊരു എഫേർട്ടാണ് ഞാൻ അതിൽ. അതെ, ലോക കണ്ടായിരുന്നല്ലോ, ആ ടീമിലില്ല ഞാൻ. മീനാക്ഷി ആയിട്ടും മീനാക്ഷി അല്ല, മീനാക്ഷി ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ കുറച്ച് ബുള്ളിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഐ ടുക്ക് എ ബ്രേക്ക്. ഞാൻ കംപ്ലീറ്റ്ലി ഐ വെന്റ് ടു ദുബായ്. ഐ ഡ്രോപ്പ് മൈ കരിയർ. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ്, ഒരുപാട്. കാരണം എല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ടും തിരിച്ച് ആ സ്വപ്നത്തിലേക്ക് തിരിച്ചെത്തിയാലോ. കേട്ടോ, അങ്ങനെ വിഷമിക്കുന്ന കാര്യമൊന്നുമില്ല, നമ്മൾ വിഷമിക്കുന്നില്ല. ഒരു പടത്തിലെ ഒരു ക്യാരക്ടർ കുറച്ച് ഓവറായെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ റൊമാൻസിലിങ്ങനെ പറഞ്ഞപ്പോൾ മാത്യു അതൊരു പബ്ലിക് ഒരു ഇതിൽ വന്നിട്ട് പറയണ്ട, ശരിയാ ഞാൻ ചെറുതായിട്ടൊന്ന് ഓവറായി. എന്നെ സംബന്ധിച്ചോളം ഞാനത് ചെയ്താൽ എനിക്ക് വിഷമമുണ്ടോ അല്ലെങ്കിൽ റിഗ്രറ്റ് ഒക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഒപ്പം ചെയ്ത സിനിമയാണ്. നമസ്കാരം, വെൽക്കം ടു ജാഗോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ അതാ വീണ്ടും ഒരു സിനിമ വിശേഷവുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. അപ്പോൾ ഈ സിനിമയുടെ വിശേഷവുമായിട്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത് നമ്മുടെ ശരത് സഭയുണ്ട്, റോഷൻ ഉണ്ട്, നമ്മുടെ മാത്യൂസ് ഉണ്ട്, മീനാക്ഷി ഉണ്ട്, ചൈത്ര പ്രവീൺ. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞല്ലേ, ഇതിൻ്റെ പോസ്റ്ററുകളാണെങ്കിലും ഇതിൻ്റെ പേരും എല്ലാം ഭയങ്കര രസം, ഭയങ്കര കളർഫുൾ ആയിട്ട് നിൽക്കുന്നു. പല പല ഡൗട്ടുകളാണ് ആൾക്കാരിലേക്ക് എത്തുന്നത്. ഇതിൽ പ്രേതമുണ്ടോ, ഇനി ഇത് എന്താണ്, ഇത് സൂപ്പർ പവർ ഉണ്ടോ, ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. ശരിക്കും എന്താണ് നൈറ്റ് റൈഡേഴ്സ്? സൂപ്പർ പവർ ഒന്നും ഇല്ല. പ്രേതം ചിലപ്പോൾ ഉണ്ടാവാം. നെല്ലിക്കാമ്പൊയിൽ നടക്കുന്ന ഒരു കഥയും അല്ലെങ്കിൽ നെല്ലിക്കാമ്പൊയിൽ നടക്കുന്ന പല ഇൻസിഡൻറ്റുകൾ, അത് അവിടുത്തെ ആൾക്കാരെങ്ങനെ ഫേസ് ചെയ്യുന്നു, അതിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അത് ഈ പ്രശ്നങ്ങളെ അവരെങ്ങനെ റിസോൾവ് ചെയ്യുന്നു, എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നു, ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഒരാളാണോ അല്ലെങ്കിൽ വല്ല പ്രേതമാണോ, എന്താണിത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ഗ്രൂപ്പാണോ, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അവരത് റിസോൾവ് ചെയ്യുന്നതും അതിൻ്റെ ഇടയിലുണ്ടാകുന്ന തമാശകളും റൊമാൻസും ഫൈറ്റും മിസ്റ്ററിയും, ത്രില്ലറുണ്ട്, ത്രില്ലർ ആവാം, അങ്ങനെ എല്ലാം പാക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. ഓക്കെ, എന്താണ് മീനാക്ഷി, എന്താണ് നമ്മുടെ ക്യാരക്ടറിന്റെ? എൻ്റെ ക്യാരക്ടറിന്റെ പേര് ധന്യ. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫെമിനിൻ എനർജി ത്രൂ ഔട്ട് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. കാരണം വാഴയിൽ ഞാൻ ചെയ്ത ഒരു ടോം ബോയ്ഷ് ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു നാട്ടിൽ കുറച്ച് ബബ്ലി ആയിട്ടുള്ള ഒരു നാട്ടുംപുറത്തുകാരി, ഹാഫ് സാരി ഒക്കെ എടുത്ത് അങ്ങനത്തെ എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനത്തെ ഒരു നല്ല ക്യാരക്ടറാണ്. PSCക്കൊക്കെ പോയി അങ്ങനെ ഒരു നാട്ടിൻപുറത്തുകാരി ആവാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു അടക്കം ഒതുക്കുള്ള നല്ലൊരു കുട്ടിയാവാൻ വേണ്ടിട്ട് ആരെങ്കിലും ഒബ്സർവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ വലിയ പ്രിപ്പറേഷൻ ആയിട്ട് നൗഫലിക്കയും ജ്യോതിഷാടനും സുനിച്ചാടനും കഥ പറഞ്ഞു തരുമ്പോൾ തന്നെ ക്യാരക്ടർ വെൽ ഡിഫൈൻഡ് ആയിട്ട് അവർ പറഞ്ഞു തന്നെ. അപ്പം ഞാനായിട്ട് ഒരു ഇൻപുട്ട്. ഇത് എന്നെ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, ഇവരൊക്കെ കട്ട് ചെയ്താൽ മതി.
ഇത് തന്നെയാണല്ലോ എല്ലാ ഇന്റർവ്യൂലും പറയുന്നത്. എല്ലാ ഇന്റർവ്യൂവിലും നീ തന്നെയല്ലേ ചെയ്യുന്നത്. അതിന്റെ മാത്രം ഒരു കട്ടറും കേട്ടോ, ആ പറഞ്ഞതിന്റെ മാത്രം. എന്നെ മാത്രം കോൺസെൻട്രേഷൻ. എനിക്കൊന്നും പറയാൻ ഇവര് സമ്മതിക്കത്തില്ല. അതാണ് സംഭവം. രാവിലെ തുടങ്ങിയതാണ്. ഒരു കലാകാരിനെ വളർത്തണല്ലോ അതെ പറയുന്നത്. അതെ അതെ വെരി ഡീമോട്ടിവേറ്റിംഗ്. അതല്ലേ. എന്തായാലും ഇത് മൊത്തത്തിൽ ഇതെല്ലാം കഴിഞ്ഞു വന്നപ്പോ അല്ല ഒരു കറ്റ കാര്യം പറയാനുള്ളത്, കഥാപാത്രത്തിന് വേണ്ടിയാണോ കാല് കൊടുത്തത്? പെർഫോം ചെയ്ത് വേറൊരു കഥാപാത്രത്തിന് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റിയതാണ്. ഓക്കെ, എങ്ങനെയാണെന്നോ നമ്മുടെ ടീമും എല്ലാം നമ്മുടെ വർക്ക് എല്ലാം കൂടിയിട്ട്? അടിപൊളിയാണ്. ഞങ്ങളൊരു യങ് ബെൽറ്റ് ആണ്. ഒന്നും നോക്കാൻ. അതെ, പിന്നെ മെയിൻ ആയിട്ട് ഇവരുടെ പ്രേമത്തിന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കുന്ന ഒരു ടിപ്പിക്കൽ എങ്ങനെയെങ്കിലും ഇത് മുടക്കണം എന്നുള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ച് ഫണ്ണിയാണ്, സർക്കാസ്റ്റിക് ആണ്. അത് ഒരുവിധം സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. റിയൽ ലൈഫിൽ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ കുത്തിത്തിരിപ്പുണ്ടാകും നമ്മുടെ ഒരു പ്രേമത്തിന്റെ ഇടയില്? കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പോലും ഒരു പ്രേമമില്ല. അതുകൊണ്ട് അതൊന്ന് മാറ്റിന്റെ അടുത്ത് ഭയങ്കര കലിപ്പായിരുന്നു. സിനിമയിലെങ്കിലും ഉണ്ടല്ലോ. അതൊക്കെ ഇവിടെ ചോദിക്കും. റോഷൻ പറഞ്ഞു കൊടുക്കാൻ. എന്താണ് ആരായാലും ഒന്ന് പ്രേമിച്ചു ആ ചിരി കണ്ടു കഴിഞ്ഞാൽ? അയ്യോ ഇല്ല, എനിക്കിതില് പ്രണയമൊന്നുമില്ല. എന്താണ് ചോദിച്ചത്? കുത്തിത്തിരിപ്പിന്റെ അതെ എനിക്കിതിൽ പ്രണയം ഉണ്ടായിരുന്നു, പക്ഷെ ബ്രേക്കപ്പ് ആയതിനു ശേഷമുള്ള കാഴ്ച അത് പറയുന്നുണ്ട്. ചെറിയ കാര്യത്തിന് വേണ്ടിട്ട് എന്നെ ഇട്ടിട്ട് പോയ ഗേൾഫ്രണ്ട് ഉള്ള അപ്പൊ അതോടെ പിന്നെ സുഹൃത്തുക്കളുടെ കൂടെ, പിന്നെ ഗേൾഫ്രണ്ട് ഒന്നുമില്ല, കൂട്ടുകാരുടെ കൂടെ അടിച്ചു പൊളിച്ച് നാട്ടിലൊരു പണിയില്ലാതെ കവലയിലൊക്കെ ഒരുങ്ങി കെട്ടി ഇങ്ങനെ നിൽക്കുന്ന, ചെസ് കളിക്കുമ്പോഴും ഷൂവും ഷർട്ടൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ച് അങ്ങനെ നിൽക്കുന്ന മാത്യുവിന്റെ ക്യാരക്ടറിന്റെ പേര് ശ്യാം. അപ്പൊ ശ്യാമിന്റെ കൂടെ ത്രൂ ഔട്ടുള്ള കണ്ണൻ എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. ഓക്കെ, ശരത് എന്താണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിരിക്കണ്ടല്ലേ? അതായത് ഇപ്പൊ ഇറങ്ങുന്ന പടത്തിലൊക്കെ ബ്രോ ഉണ്ട്. അതാണ് എന്താണ് നമ്മുടെ ക്യാരക്ടറിന്റെ പേര് രാജേഷ്. ഇവരൊക്കെ ഏട്ടാന്ന് വിളിക്കുന്ന ഒരു ക്യാരക്ടറാണ്. എന്നാ പിന്നെ ചില സമയത്ത് എടാ വടാ ചേട്ടാ അങ്ങനെയൊക്കെ വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു ക്യാരക്ടർ. ഒരു ഓട്ടോ ഉണ്ട്, കൂടുതലും ഓട്ടോ ഓടിച്ചിട്ട് എന്നെക്കാൾ കൂടുതൽ ഇവരായിരിക്കും ആ ഓട്ടോ ഓടിക്കുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ പോകുന്നൊരു ക്യാരക്ടർ. അപ്പൊ ഇതാണ് നമ്മുടെ ഏകദേശം നമ്മുടെ ടീമിന്റെ സ്റ്റോറീസ് എല്ലാം. ഇനി നമുക്ക് നമ്മുടെ ഇന്റർവ്യൂയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പാട്ട് ഇറങ്ങി, 2 പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ സിനിമയുടെ ഓരോ അപ്ഡേഷനും ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഇത്രയും നല്ലൊരു ടീമിൻ്റെ ഒരു ഔട്ട്പുട്ട് പുറത്തേക്ക് വരുമ്പോൾ ഈ സിനിമയുടെ ഇപ്പം നമ്മൾ കാണുന്നതിനെക്കാട്ടും കൂടുതൽ, ഇപ്പോൾ ആളുകൾ പ്രേക്ഷകർ കാണുന്നതിനെക്കാട്ടും കൂടുതൽ ഒരുപാട് സ്റ്റോറീസ് ഇതിൻ്റെ ബാക്കിൽ നടന്നിട്ടുണ്ടാവും ഈ സിനിമ തീരുന്നതിൻ്റെ ഇടയിൽ. അതിൽ ഏറ്റവും കൂടുതൽ രസമായിട്ട് തോന്നിയത്, ഇതിന് തമിഴ്നാട്ടിൽ ഇതിൻ്റെ കുറേ പോർഷൻ ഷൂട്ട് ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ കോയമ്പത്തൂരൊക്കെ. അപ്പോൾ അവിടെ ഈ ഷൂട്ട് നടക്കുമ്പോൾ ആളുകൾക്ക് മലയാള സിനിമ ഇത് ആരൊക്കെയാണെന്ന് അറിയില്ല. ഇങ്ങനെ കുറേ ആൾക്കാർ ഓടിക്കൂടി വരുന്നു. അവിടുത്തെ തന്നെയാണ് മാത്യുവിന്റെ ഒരു വീഡിയോ ഇറങ്ങിയേക്കുന്നത്. മറ്റേ അവിടെയാണോ? അത് പാലക്കാടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതേപോലെ തമിഴ്നാട്ടിലാണെങ്കിലും ഇങ്ങനെ കുറെ ആൾക്കാർക്ക് അറിയില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു എന്തായിരുന്നു? എന്നും ഒരു അങ്കിള് വരുമായിരുന്നു, ഒരു അപ്പൂപ്പൻ. മാത്യുവിന് ഓറഞ്ച് ബോണ്ട അല്ലല്ല പുള്ളി വീട്ടിൽ ഉണ്ടാക്കി. എനിക്ക് മാത്രല്ല നൗഫിലേക്കും എല്ലാവർക്കും അത് ഭയങ്കര രസമായിരുന്നു. എന്നിട്ട് ഇവന്റെ അടുത്തൊക്കെ പാപ്പ എന്തൊക്കെയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ആ നാട്ടുകാർ ഭയങ്കര നമ്മളൊക്കെ കാണുന്ന വിജയ് സിനിമ ഇവനെ മറ്റേ വിജയ് ഉദ്ദേശിച്ച് വന്നതാണ്. ഞാൻ ആലോചിച്ചതിൽ എന്താണ് കോമഡി? കോമഡി അല്ല, അത് മാസാക്കി. ഇടയ്ക്ക് കുറച്ച് പുച്ഛമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ സ്റ്റാർസ് നമ്മൾ ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി ഇത് ആരുടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് അറിയുന്ന സ്റ്റാർസ് വലിയ വലിയ ആൾക്കാരാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ വിജയ് പടത്തിന്റെ വിജയുടെ മോനായിട്ട് അഭിനയിച്ച എന്നൊക്കെ പറയുമ്പോ അപ്പൊ ആ ഒരു ബേസിലൊക്കെ അല്ല. പക്ഷെ ആക്ച്വലി ഭയങ്കര ലവിങ് ക്രൗഡായിരുന്നു. നമ്മൾ അവിടെ ഒരു കവല, ആക്ച്വലി അവിടെ ഒരു ഉള്ളിട്ടുള്ള ഒരു ഏരിയയിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ആകെ വളരെ കുറച്ച് വീടുകളും 1-2 കടകളും ഒക്കെ ഉള്ളൂ. അപ്പോൾ അവർ പക്ഷെ ഭയങ്കര സ്നേഹത്തിൽ നമുക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്ത്
അപ്പോൾ നമുക്ക് രാത്രിയൊക്കെ ഷൂട്ടുണ്ട് അവിടെ. അത് നമ്മൾ ഇത്രയും വലിയ ക്രൂ രാത്രി ഫൈറ്റ് ഒക്കെ എടുക്കുമ്പോൾ മറ്റേ ഭയങ്കര സൗണ്ടൊക്കെ ഇടാം, ഒന്നും ഒരു പ്രശ്നമില്ലാണ്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു നമ്മൾ. അതിപ്പോൾ പാലക്കാടാണേലും എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്ത എല്ലാ ലൊക്കേഷൻസും അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഒരു തടസ്സമില്ലാണ്ട് നമുക്ക് എല്ലാ ലൊക്കേഷൻസും അടിപൊളിയാണ്. ഓക്കെ, എന്തായാലും എല്ലാം പോസിറ്റീവാണ് ഏറ്റവും കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പം നമുക്കിപ്പോൾ രാത്രിയൊക്കെ ഷൂട്ട് നടക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ എല്ലാവരും കൂടി തമാശയൊക്കെ പറഞ്ഞിരിക്കുമല്ലേ, അതിൽ എന്റർടൈനർ ആരായിരുന്നു ഏറ്റവും കൂടുതൽ? മീനാക്ഷി. ഇവിടെ എല്ലാരും പറയുന്നത് മീനാക്ഷിനെ വാരാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല, മീനാക്ഷി വാരല് നിർത്തത്തില്ല, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, വീടില്ല, മാറാൻ പറ്റില്ല, അത്രയ്ക്ക് തൊലിക്കട്ടെ. അല്ല തളരേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും. മറ്റേ പാട്ടൊക്കെ പാടും അല്ലേ? നന്നായിട്ട് പാട്ട് പാടും. അത് ശരിക്കും പറയുന്നതാണ്, ശരിക്കും മീനാക്ഷി നന്നായിട്ട് പാട്ട് പാടും. പടത്തില് ഒരു ആദ്യമായിട്ട് പ്ലേബാക്ക് സിംഗർ എന്നാ എനിക്ക് കുറച്ച് പറയാനുണ്ട്. മാത്യുവും പാടിയിട്ടുണ്ട്, ഞാനും പാടിയിട്ടുണ്ട്. എന്റെ പാട്ട് കട്ട് ചെയ്തു, മാത്യുവിന്റെ പാട്ടുണ്ട് സിനിമയിൽ. അപ്പൊ ആരും നല്ലോണം പാടിയത്? അപ്പൊ ആ പാട്ട് എനിക്കൊന്ന് കേൾപ്പിക്കണം. അത് പടത്തിന്റെ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിരുന്നു. അല്ല, ഒരു കലാകാരനെ വളർത്താനുള്ള പരിപാടിയാണ് മീനാക്ഷി. തളർത്താൻ ഉദ്ദേശിച്ചത്, പക്ഷെ അതിൽ തളരുന്നില്ല. പക്ഷെ ഇത് കേൾക്കാൻ പറ്റും, ഈ ഇങ്ങനെ കേൾക്കാം. പിന്നെന്താ വരുണ്ടേ ഉണ്ടല്ലോ നമ്മുടെ, അത് കാണിച്ചാലോ? അടങ്ങി ഇരുന്നിന്റെ എന്താണല്ലോ മീനാക്ഷി പോലും കേൾക്കുന്നില്ല. ഷെയർ ചെയ്യാൻ പറ്റില്ല അല്ലാതെ. എല്ലാരും സൈലൻസ് കേട്ടോ. എങ്ങനെയുണ്ട് ഇതെല്ലാം കൂടെ സൗണ്ട് ശരിയാക്കാൻ വേണ്ടി എങ്ങനെയുണ്ട്? അല്ല ചേട്ടാ ഇഷ്ടപ്പെട്ടോ? എനിക്കത് ഒരു കലാകാരന്റെ ഒരു വലിയൊരു എഫേർട്ടാണ് ഞാൻ മോശമാണെങ്കിലും മറ്റേ എന്തായിരുന്നു സംഭവം? ഇല്ല, ഒന്നുമില്ല നൗഫലിക്ക. ഒരു പടത്തിലെ ഒരു വളരെ 4 വരി 2 പേർക്കും പാടാനുണ്ട്. അപ്പൊ നൗഫലിക്ക പറഞ്ഞു മാത്യു ഇങ്ങനെ, ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ അതിന്റെ തെളിവും വേണമെങ്കിൽ കാണിച്ചു തരാം നൗഫലിക്ക, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. അപ്പൊ ഇല്ല കുഴപ്പമില്ല. അപ്പൊ ഞാനും ഓർത്ത് ഓട്ടോ ട്യൂണൊക്കെ ഉള്ള കാലമാണല്ലോ, കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ അപ്പൊ പിന്നെ അയച്ചു കൊടുത്തു. ആ അയച്ചു കൊടുത്തതാണ് ഈ കേൾപ്പിച്ചത്. അതെ, അപ്പൊ ആദ്യമേ അറിയില്ല. കൊടുത്ത വോയിസ് ഞങ്ങള് കേട്ടു. പക്ഷെ എങ്കിൽ പോലും നൗഫലിക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടു, അത് പടത്തിലുണ്ട്. അറിയില്ല എന്ന് പറഞ്ഞ ഒരാളത് നന്നായിട്ട് പാടി, അപ്പൊ അറിയാമെന്ന് പറഞ്ഞ് കൊളവാക്കി കട്ട് ചെയ്ത് മീനാക്ഷിയുടെ പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട് ആക്ച്വലി. നമ്മള് സത്യം പറഞ്ഞു. ഇതാണ് കണ്ട, ഈ അംഗീകരിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക്. പക്ഷെ ഞാൻ പടത്തിലപ്പോ ഒക്കെ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ വൃത്തികേടായിട്ട്, അങ്ങനെയല്ല അതിന്റെ ഒരു ഫൺ കിട്ടി, അല്ല വൃത്തികേടായിട്ട് പാടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മറ്റേ പാടി. അപ്പൊ ഇക്ക പറഞ്ഞാൽ ഇത്ര നന്നായിട്ട് പാടല്ലേ, ചില സമയം ഉണ്ടായിരുന്നില്ലേ? അശ്വിൻ പറയൂ പ്ലീസ്. അശ്വിൻ ഇതെല്ലാം കേട്ടിട്ട് താഴെ ഇരിക്കുന്നു. ശരത് ബ്രോ, ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു വലിയൊരു ക്രൂന്ന് ഇപ്പൊ ഈ ഒരു ഗ്യാങ്ങിലേക്ക് എത്തുമ്പോൾ, ഇപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മുടെ ചന്തു ടീമുകളൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് പുതിയൊരു ഗ്യാങ്ങിലേക്ക് എത്തുമ്പോൾ എന്താണ് ബ്രോക്ക് ആദ്യം ഫീൽ ചെയ്തത് ഈ ഒരു ഗ്യാങ്ങിലേക്ക് എത്തിയപ്പോൾ? ഞാൻ ആ ടീം ലോക കണ്ടായിരുന്നല്ലോ, ആ ടീമിലില്ല ഞാൻ. മീനാക്ഷി ആയിട്ടും പിന്നെ ക്യാരക്ടർ അങ്ങോട്ട് പതിഞ്ഞു പോയതാ. കല്യാണി പിന്നെ സാൻഡി മാസ്റ്റർ ഇവരൊക്കെ ആയിട്ടായിരുന്നു എൻ്റെ കൂടുതൽ ഇത് വരുന്നത്. അപ്പം അവിടെ പിന്നെ ത്രൂ ഔട്ട് ആയിട്ടല്ലായിരുന്നു. ഇവിടെ ഞങ്ങൾ ജോയിൻ ചെയ്തിട്ട് 30 എത്ര ദിവസം ഉണ്ടായിരുന്നു നമ്മൾ? 52 ദിവസം. ഒരു ഇടയ്ക്ക് ഒന്ന് ഷെഡ്യൂൾ ബ്രേക്ക് വന്നെങ്കിലും ബാക്കി കുറേ ദിവസങ്ങൾ ഒരുമിച്ചിട്ടായിരുന്നു. അവിടെ ഇതിന്ന് ഇടയിൽ നിന്ന് ഒന്ന് വന്നു പോവുക, അങ്ങനെ ഇടയിൽ ഒരു ദിവസം പോയി 2 ദിവസം കഴിഞ്ഞ് പിന്നെ വരും, പിന്നെ തിരിച്ചു വരും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളൊരു ഫീൽ അവിടെ ഉണ്ടായിരുന്നില്ല, പോയി വരുന്നതുകൊണ്ട്. പിന്നെ നസ്ലിനെയും ഇവരെയൊക്കെ ലൊക്കേഷനിൽ വല്ലപ്പോഴും കണ്ടാൽ ഇപ്പം എൻ്റെ പരിപാടി കഴിയുമ്പോഴത്തേക്കായിരിക്കും അവരുടെ പരിപാടിയായിട്ട് വരുന്നതും കാര്യം. ഒരു സമയത്ത് എങ്ങാണ്ടോ ഞങ്ങൾ ഒരുമിച്ച് കരവാനിൽ ഒന്ന് കയറിയിട്ട് എല്ലാവരും കണ്ട് കുറച്ച് സമയം ഇരുന്നായിരുന്നു. പിന്നെ പ്രൊമോഷൻ വന്നിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്.
പക്ഷേ നമ്മുടെ ടീമിന്റെ കൂടെ ഒരുപാട് ദിവസം ഉണ്ടായിരുന്നു. ഇവര് നമ്മൾ ഒരുമിച്ചായിരുന്നു പടം തുടങ്ങുന്ന തൊട്ട് അവസാനം വരെ ഒരുമിച്ച്. ഇപ്പോൾ മറ്റേ പടത്തിൽ നമ്മളൊരു കുറെ വേദനയൊക്കെ സഹിച്ചതല്ലേ, മറ്റേ ഇതൊക്കെ കുത്തിക്കയറ്റി, അതേപോലെ ഇതിൽ എന്തെങ്കിലും എഫേർട്ട് എടുത്തിട്ടുണ്ടോ? ഇതിന്റെ ഇടയിലും ഞാൻ മറ്റേ ഹോൾ അടയാൻ പാടില്ലല്ലോ, അപ്പൊ അവിടെ തുളസിയുടെ മറ്റേത് കുത്തിവെക്കുക. നമ്മുടെ ഷൂട്ടിന്റെ ഇടയിലും സഭയ്ക്ക് കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയിലൊക്കെ ഞാൻ ഊരി വെച്ച് ഹോൾ അടയാതെ രാത്രി പോയിട്ട് ഇങ്ങനെ കുത്തി ഓട്ടയുണ്ടാക്കി ചെയ്തു. മറ്റേ ഈ താഴത്തിടുന്ന നെറ്റ് ഇടാതെ അത് മാത്രം ഇറക്കിയിട്ട് കിടന്നുറങ്ങും. ഓ, അത്യാവശ്യം നല്ല പെയിൻ അല്ലേ ഓരോ പ്രാവശ്യം ഇടുമ്പോഴല്ലേ? അത്യാവശ്യം നല്ല പെയിനാണ്. ഈ മുറിവാണെന്നുണ്ടെങ്കിൽ ഉറങ്ങൂല, ദിവസം നമ്മളിങ്ങനെ കുത്തി എന്താണ് പൊട്ടിക്കുന്നതുകൊണ്ട് ഇത് ഉണങ്ങത്തുമില്ല, ഇങ്ങനെ പഴുക്കുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും അത്ര വേദനയൊക്കെ സഹിച്ചെങ്കിലും പടം വേറെ ലെവലിലേക്ക് എത്തിയില്ലേ? ഇതിൽ അടിപൊളി. അതുപോലെ ഇപ്പോഴത്തെ അടുത്തതിൽ ജോയിൻ ചെയ്തേക്കാണ്, ഇതും അതുപോലെ നല്ല ഉഗ്രൻ ടീമിൻ്റെ കൂടെ എത്തട്ടെ. അതുപോലെ തന്നെ ചൈത്ര, ഇപ്പം എന്തായാലും ചൈത്ര ഇതിലൊരു കോമഡി ക്യാരക്ടറാണ് പിടിച്ചേക്കുന്നത്. സർക്കാസ്റ്റിക് ആണ്, എല്ലാത്തിനും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാന്ന് പറയില്ലേ, ഇവര് തമ്മിൽ സെറ്റ് ആവരുത്, അതാണ് എന്റെ മെയിൻ മോട്ടീവ്. ഓക്കെ, റിയൽ ലൈഫിൽ അതല്ല ഞാൻ ചോദിക്കുന്നത്, റിയൽ ലൈഫിൽ കുത്തിത്തിരിപ്പല്ല. ഒരുപാട് ചൈത്രയുടെ ഏറ്റവും കൂടുതൽ നമ്മൾ കുറേ വീഡിയോസ് ഇങ്ങനെ എപ്പോഴും കാണാം, എപ്പോഴും സോഷ്യൽ മീഡിയ തുറന്നാലും അതിൽ ഒരുപാട് വീഡിയോസ് കാണാം. ചൈത്ര പോലും അറിയാത്ത ഒരുപാട് വീഡിയോസ് അതിനകത്ത് കാണാറുണ്ട്. നമ്മളെല്ലാവരും അത് ഫണ്ണായിട്ട് എടുത്തിട്ടുള്ളൂ, നമ്മൾ അറിയാവുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങനെ എടുത്തിട്ടുള്ളൂ. ഇപ്പം ഈ ഒരു ടീമിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പടത്തിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? സോ നൗഫൽക്ക ആണ് ഡയറക്ടർ. സോ ഞങ്ങൾ ആ ഒരു ടീമിൽ ഞാൻ കുറച്ച് കാലമായിട്ട് ഉണ്ടായിരുന്നു. സിനിമേൻ്റെ പുറകെ നടക്കുന്ന കാലം തൊട്ടിട്ട് വിവർ ലൈക്ക് സിനിമേനെ പറ്റി ഡിസ്കസ് ചെയ്യാനൊക്കെ നമ്മൾ ഒരു ടീമിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ കുറച്ച് ബുള്ളിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഐ ടുക്ക് എ ബ്രേക്ക്. ആക്ച്വലി ഞാൻ കംപ്ലീറ്റ്ലി ഐ വെന്റ് ടു ദുബായ്, ഐ ഡ്രോപ്പ് മൈ കരിയർ. സിനിമ അങ്ങനെയല്ല, സിനിമ വേണ്ട, എനിക്ക് കുറച്ച് ട്രോമാറ്റിക് ആയിരുന്നു. അതെ, ഒരു ഇപ്പൊ പറഞ്ഞില്ലേ ഒരു തൊലിക്കട്ടി നമുക്ക് വരണമല്ലോ ഒബ്വിയസ്ലി വെൻ ഇറ്റ് കംസ് ടു ദിസ് ഇൻഡസ്ട്രി. അപ്പോൾ എനിക്ക് ആ ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ദുബായി പോയി ലൈക്ക് കരിയർ ചേഞ്ച് ചെയ്ത്, ഞാനൊരു ഡെന്റിസ്റ്റ് ആണ്, ഡോക്ടറാണ്. സോ അവിടെ ലൈസൻസ്ഡായി അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഉള്ളിൻ്റെ ഉള്ളിൽ സിനിമയുള്ള ഒരാൾക്കും വേറൊരു കരിയറിൽ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. സോ ഒരു മൊമെൻറ്റിൽ എനിക്ക് സൈൻ ചെയ്യേണ്ടി വന്നു, ലൈക്ക് സൈൻ ചെയ്യണം, അതായത് പെർമനൻറ്റ് സൈൻ ചെയ്യണം. പിന്നെ എനിക്ക് അവിടെ നിന്ന് വരാൻ പറ്റില്ല. ആ മൊമെൻറ്റിൽ നൗഫൽക്ക് വിളിക്കുകയാണ്, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ പുള്ളി പറയുന്നുണ്ട്, എടാ നീ ജോലി കളഞ്ഞ് വരാനുള്ളതൊന്നും ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല, നീ വന്ന് നോക്ക് എന്നുള്ളത്. ആ സമയത്ത് ഞാനിങ്ങനെ എന്താ പറയുക, ദുബായിൽ ഇങ്ങനെ റോട്ടൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇഷ്ടമല്ലാത്തൊരു കാര്യം, ഇഷ്ടമാണ് എന്നാലും അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നൗഫൽക്ക ഈ സിനിമയിലേക്ക് വിളിക്കുന്നത്. ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ അപ്പം തന്നെ പോന്നു, വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ. ഐ ടുക്ക് എ ഫ്ലൈറ്റ് ഫ്രം ദുബായ് ടു നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഞാൻ പാലക്കാട് പ്രൊഡക്ഷൻ ഹൗസിലേക്കാണ് ആദ്യം പോകുന്നത്. മേ ബി എൻ്റെ പാരൻസിന് ഇപ്പോഴും അറിയില്ല ഞാൻ അവിടേക്കാണ് ആദ്യം പോയെന്നുള്ളത്. അപ്പം അവിടെ പോയി സിനിമ സെറ്റായതിനു ശേഷമാണ് വീട്ടിലെത്തുന്നത്. സോ നല്ലൊരു ജോലി കളഞ്ഞിട്ട് വന്നതിൻ്റെ ഒബ്വിയസ്ലി ഒരു റിയാക്ഷൻ വീട്ടിൽ നിന്ന് ഉണ്ടാവുമല്ലോ. പക്ഷെ സിനിമ ആണ് എൻ്റെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ്, ഒരുപാട്. കാരണം എല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ടും തിരിച്ചാ സ്വപ്നത്തിലേക്ക് തിരിച്ചെത്തിയാലോ. ദിസ് മൂവി ഈസ് ലൈക്ക് a big deal for me. തീർച്ചയായിട്ടും ഇത് ലൈഫിൽ വലിയൊരു മാറ്റം തന്നെ ആവട്ടെ കേട്ടോ. അങ്ങനെ വിഷമിക്കുന്നില്ല, നമ്മൾ വിഷമിക്കുന്നില്ല. ഇത് വിഷമിക്കേണ്ട ഓപ്ഷൻ തന്നേക്കാം, നല്ലൊരു കാര്യത്തിന് വേണ്ടിട്ടല്ലേ. ചൈത്രയുടെ വേറെ കുറെ സ്റ്റോറിയൊക്കെ ഉണ്ട്. സ്റ്റേജ് റിയാക്ഷനിൽ കയ്യടി കേൾക്കാത്തോണ്ട് സന്തോഷിച്ച ഒരാളാണ് സത്യം. അത് ഇല്ലേ, അങ്ങനെ ഉണ്ടായിട്ടില്ലേ? അത് ശ്രീനാഥ് ഫ്രണ്ട് നമുക്ക് മുന്നേ അറിയാട്ടോ. അവരോട് ഞാൻ ചുമ്മാ ഒരു സ്റ്റോറി പറഞ്ഞതാണ്. ഇറ്റ്സ് ലൈക്ക് വേറെ ഒന്നുമില്ല, ഒരു പ്ലേ നടക്കുമ്പോൾ എൻ്റെ വീട്ടുകാരും ആരും കൈയടിച്ചില്ല പ്ലേ കഴിഞ്ഞിട്ട്. അപ്പോൾ ആരും കൈയടിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ നമ്മൾ നോർമലി നമ്മൾ പോയി പറയില്ല, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചാൽ സ്വന്തം വീട്ടുകാരെങ്കിലും കൈയടിക്കേണ്ടതെന്ന് ചോദിക്കൂലേ. അപ്പം ഞാൻ പോയി ചോദിച്ചപ്പോൾ അമ്മ ഇങ്ങനെ സ്റ്റക്കായിട്ട് എന്നെ നോക്കുന്നു. അനിയൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ചേച്ചി വരച്ചു കിടക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാ കൈയടിക്കുക എന്നുള്ളൊരു സീൻ. അപ്പൊ ഞാനൊരു അല്ല, നമ്മളുടെ ഉള്ളിലൊരു ആക്ടർ തിരിച്ചറിയായിരുന്നു അറിയില്ല ആ ഒരു ഇപ്പൊ തിരിച്ചറിഞ്ഞില്ലേ? ഇപ്പൊ നൗഫൽക്കയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്, സേഫാണ്, ആ മനുഷ്യന്റെ അടുത്ത് എത്തിയ സേഫാണ് അല്ലേ? എന്തായാലും നന്നായിരിക്കണം, വളരെ സന്തോഷം ചൈത്ര. കാരണം
ഈ എഫേർട്ട് എല്ലാം നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. എന്തോരം പലതരത്തിലുള്ള കുറേ ഒരു ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത്. സോ ഇവരാരുമായിട്ടും സത്യം പറഞ്ഞാൽ വലിയൊരു ഇൻവോൾവ്മെന്റ് എനിക്കില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സോൺഡ് ഔട്ട് ആവും, കാരണം വീട്ടിൽ നിന്ന് കോൾസ് വരും. ദുബായ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ദുബായിലേക്ക് ഞാൻ തിരിച്ചു പോവും എന്നാണ്. ഇപ്പം തിരിച്ചു പോവും, ലീവിന് വന്നതാണ്, പടത്തിന്റെ ബ്രേക്കിന് വന്നതാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ വീട്ടുകാർക്ക് അതിന്റെ ദേഷ്യമുണ്ട്. ഐ ആം നോട്ട് ബ്ലേമിങ് എനിവൺ. പക്ഷേ ഇവരൊരു ജെല്ല് വന്നിട്ടില്ല ആ സമയത്ത്. എല്ലാം സെറ്റ് ആവട്ടെ. റോഷ, ഇതേപോലെ എപ്പോഴെങ്കിലും ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? എല്ലാം വിട്ട് നാടും വിട്ട്. ശരിക്കും ആവേശത്തിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്തായിരുന്നു എൻ്റെ പെങ്ങളുടെ കല്യാണം. അപ്പോൾ അതിന് പെങ്ങളുടെ കല്യാണം കൂടാൻ പറ്റില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് എൻ്റെ ഫസ്റ്റ് പടമാണല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ അവിടെ ചെന്നിട്ട് കൂടുതലൊന്നും ചെയ്യാനില്ല. എനിക്ക് ഇമോഷണലി അവിടെ ഉണ്ടാവാൻ പറ്റും എന്നല്ലാതെ അതിൽ ഞാൻ ചെന്നിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് പോരാൻ പറ്റില്ല. പിന്നെ അല്ലാതെ അങ്ങനെ ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടില്ല. കാരണം വീട്ടുകാർ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഈ സിനിമ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെന്നപ്പോഴുള്ള അവസ്ഥ എന്തായിരുന്നു? ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം സിനിമ കഴിഞ്ഞിട്ട് സിനിമ ഇറങ്ങിയല്ലോ, റിലീസായപ്പോൾ എൻ്റെ അളിയൻ പെങ്ങളെ ഭർത്താവ്, അപ്പോൾ പുള്ളിയൊക്കെ ഭയങ്കര ഹാപ്പിയായി. നന്നായി. പുള്ളി മേടിച്ചെന്ന വാച്ചാണ്. അടിപൊളി. ആവേശം കണ്ടിട്ട് കല്യാണം കൂടാൻ പറ്റാത്ത വിഷമവും എല്ലാം കൂടെ ചേർത്തിട്ട് പുള്ളി മേടിച്ചെന്ന വാച്ചാണ്. അപ്പൊ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പൊ ഫുൾ അളിയന്റെ പോണു. അതെ, മാറ്റി കൊടുത്താണ്. അങ്ങനെ സിനിമയുടെ ഇതിനു വേണ്ടിയിട്ട് ത്യാഗം അങ്ങനെ വീട്ടുകാർ സപ്പോർട്ട് ഇല്ലാതില്ലായിരുന്നു. ഏറ്റവും വലിയ സപ്പോർട്ട് വീട്ടുകാർ തന്നെയായിരുന്നു. അതിപ്പോൾ ഇപ്പോൾ വരെയും ഇനി അങ്ങോട്ടും എല്ലാം അവർ തന്നെ. അങ്ങനെ വീട്ടുകാരെ മറച്ചു വെച്ചൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാന് സപ്പോർട്ടീവ് ആണ് ഒബ്വിയസ്ലി. പക്ഷെ നമ്മള് വിചാരിച്ച രീതിയിൽ പോർട്രേ ചെയ്യാത്തപ്പോ അവരെന്നെ ഒരിക്കലും ബ്ലെയിം ചെയ്തിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നമ്മൾ പ്രൂവ് ചെയ്യുന്നവരെ അവരും ഒരു ക്വസ്റ്റ്യനിങ് ആണ്, എന്താണ് ഇവള് ചെയ്യുന്നത്. ഒബ്വിയസ്ലി ഇപ്പൊ മീനാക്ഷിക്ക് അത് പറഞ്ഞു, മീനാക്ഷി ഒരു ലോയർ ആണ്, ഞാനൊരു ഡോക്ടറാണ്. വെൻ ഇറ്റ് കംസ് ടു എ പോയിന്റ് നീ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ നിന്നും നമ്മൾ സിനിമയ്ക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നീ അതിപ്പോ മാത്യുവിനാണെങ്കിൽ മാത്യുവിനോട് റിപ്പീറ്റഡ്ലി ചോദിക്കാം, മോൻ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ നമുക്ക് സിനിമ എന്ന് പറയുന്ന ഞാനൊരു ആക്ടറാണ്, ദിസ് ഇസ് മൈ ജോബ് എന്നുള്ളത് ഇപ്പോഴും ഒരു കരിയറായിട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷനിൽ വീട്ടുകാർക്കും ഒരിക്കലും, ഞാൻ എൻ്റെ പാരന്റ്സ് ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇപ്പോൾ ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ റിലീസ്. പക്ഷെ ആ ഒരു മൊമെന്റ് ഇതിന്റെ ഇപ്പൊ മൊത്തത്തിൽ ഈ സിനിമയുടെ മൊത്തത്തിൽ വരവ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡയറക്ടർ ആണെങ്കിൽ ഒരുപാട് നല്ല നല്ല സിനിമകളുടെ എഡിറ്ററാണ്, സിനിമ അറിയാവുന്ന ഒരാളാണ്. നിങ്ങളെല്ലാവരും 100% എഫേർട്ട് ഇട്ടൊരു മൂവിയാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചൈത്ര ഇനി സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു ജോലിയായിട്ട് അങ്ങ് അംഗീകരിച്ചോളൂ എല്ലാവരും ഈ പടം ഇറങ്ങുന്നതോട് കൂടിയിട്ട്. അതേപോലെ തന്നെ ഒറ്റ കാര്യങ്ങൾ ഇപ്പോൾ മാത്യു, ഇപ്പോൾ സ്ട്രഗിളാണ് നമ്മളെല്ലാവരും. നമ്മൾ ചെയ്യുന്നത് ശരിയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇതിൽ ഉറച്ചു നിൽക്കാവുന്നുള്ളൂ. ഇപ്പോൾ മാത്യുവിൻ്റെ ഇപ്പോൾ നമ്മുടെ ഒരു പടത്തിലെ ഒരു ക്യാരക്ടർ കുറച്ച് ഓവറായെന്ന് പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ റൊമാൻസിലിങ്ങനെ പറഞ്ഞപ്പോൾ മാത്യു അതൊരു പബ്ലിക് ഒരു ഇതിൽ വന്നിട്ട് പറയണ്ടായി, ശരിയാണ് ഞാൻ ചെറുതായിട്ടൊന്ന് ഓവറായത്, എനിക്കത് ഓക്കെയാണ്. മീൻസ് അങ്ങനെ ഉണ്ടല്ലോ ആൾക്കാർ നമ്മുടെ നാട്ടില്. ഇറങ്ങിപ്പോയി കഴിഞ്ഞല്ല കോൺവെർസേഷൻ കഴിച്ചത് വീണ്ടും. അല്ല, അതിപ്പോ ഇഷ്ടപ്പെട്ട കുറെ പേരുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ ആ ക്യാരക്ടറിന്റെ അതെ, ക്യാരക്ടർ ആയാലും സിനിമയായാലും ഇഷ്ടപ്പെട്ട കുറെ പേരുണ്ട്, ഇഷ്ടപ്പെടാത്ത കുറെ പേരുണ്ട്. അല്ല, അതിപ്പോൾ അങ്ങനെയാണ്. ചില സിനിമകൾ ഇഷ്ടപ്പെടാണ്ടിരിക്കാം, ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെടാം. അപ്പോൾ നമ്മളത് വന്നിട്ട് പിന്നെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. എന്നെ സംബന്ധിച്ചോളം ഞാനത് ചെയ്താൽ എനിക്ക് വിഷമമുണ്ടോ അല്ലെങ്കിൽ റിഗ്രറ്റ് ഒക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഒപ്പം ചെയ്ത സിനിമയാണ്. ഞാൻ ഈ അടുത്ത് വിനീതേട്ടന് ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയണ കേട്ടോ, സുഹൃത്തുക്കളുടെ ഒപ്പം എന്ത് ചെയ്താലും അതിലൊരു കുഴപ്പമില്ല, അതിൽ മറ്റേ വിഷമിക്കേണ്ട ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ സുഹൃത്തുക്കളുടെ ഒപ്പമാണ് ചെയ്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കത് വളരെ നമുക്ക് എല്ലാവർക്കും അത് ഇപ്പം എനിക്കും നമ്മുടെ സുഹൃത്ത് അങ്ങനെ ആൾക്കാർ നമ്മുടെ ഇടയിൽ എന്തോരം ആൾക്കാരുണ്ട്. നമ്മൾ ഓവറാന്ന് പറയുന്നപ്പോഴാണ് അവൻ എന്തെങ്കിലും ഒരു അബ്നോർമൽ ആകുമ്പോഴാണ് പറയും ഓവറാണ്. അത് എനിക്ക് തോന്നിയിട്ടില്ല അതൊരു പ്രശ്നമാണെന്ന്. എന്തായാലും അതിന് നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. പ്രത്യേകിച്ച് അതിൻ്റെ ഡയറക്ടർക്കും അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് ചൈത്രയൊക്കെ പറയുന്നതല്ല, നമ്മൾ ചെയ്തത് കറക്റ്റാണെങ്കിൽ അതിലങ്ങോട്ട് ഉറച്ചങ്ങോട്ട് നിൽക്കുക, ചുറ്റും നോക്കാനൊന്നുമില്ല അല്ലേ. ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്തേക്കുന്ന ആള് ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിച്ച ഒരാളാണ് ശരത് സഭ. വിദേശത്തൊക്കെ പോയി നമ്മൾ സ്പെയിനിലൊക്കെ പോയിട്ട് വന്നിട്ടുള്ള തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. നിങ്ങൾ അറിയുന്നില്ല. സ്പെയിൻ പോയി ഒരു പ്ലേ ചെയ്ത് ഏത് ലാംഗ്വേജിലാ ചെയ്തതെന്ന് പറ. അത് അവിടെയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം സ്പാനിഷിലും, നമ്മള് ഇംഗ്ലീഷ്, മലയാളം, കുറച്ചൊക്കെ മലയാളം, ഇംഗ്ലീഷ്. ഇവിടെ ചെയ്യുന്ന സമയത്ത്
ഇത് കൊളാബ് ചെയ്തിട്ട് സ്പാനിഷും നമ്മുടെ ഡ്രാമ സ്കൂളും കൂടി കൊളാബ് ചെയ്തിട്ട് ഉണ്ടായിരുന്ന പ്രൊഡക്ഷനാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ ടീംസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്കൂളിലത്തെ പിള്ളേരെല്ലാവരും കൂടെ ചെയ്തു. അപ്പം ഇവിടുത്തെ ആക്ട്രസ് മൊത്തം മലയാളം പറയും. അവിടെ നിന്ന് വന്ന മോണിക്ക എന്ന് പറയുന്ന ആക്ട്രസ് സ്പാനിഷിൽ പറയും. അങ്ങനെയായിരുന്നു പ്ലേ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞു ഇവിടെ ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ തൃശ്ശൂർ നടക്കുന്ന സമയത്ത് അവിടെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ തിരിച്ചുപോയി ഇതേ പ്ലേ അവരുടെ നാട്ടിൽ ചെയ്യുന്ന സമയത്ത് 2 ആർട്ടിസ്റ്റിനെ അവരാവശ്യപ്പെട്ടു. അതിലത്തെ ഒരാൾ ഞാനും പിന്നെ ഒരാൾ സുബീഷ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി ഒരു 1.5 മാസത്തോളം സ്പെയിനിലുണ്ടായിരുന്നു. അവിടുത്തെ ഡ്രാമ സ്കൂളായിട്ട് കൊളാബ് ചെയ്ത് അവരുടെ ക്ലാസ്സിലൊക്കെ കയറി വൈകിട്ട് നാടകത്തിൻ്റെ റിഹേഴ്സൽ പരിപാടികൾ അതുവരെ അവരുടെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത്. ഈ വിദേശത്ത് ഡ്രാമ ചെയ്യുന്ന ആൾക്കാർ പലരും പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഈ ഡ്രാമയ്ക്ക് ഭയങ്കര ഒരു സ്വീകാര്യതയാണ് അവിടുത്തെ ആളുകളുടെ ഇടയിലേക്ക്. അവിടുത്തെ ഓഡിറ്റോറിയങ്ങളാണെങ്കിലും അവിടെ ഭയങ്കര രസമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സൈറ്റഡ് ആയിട്ടുള്ള കണ്ടിട്ട് ആ സമയത്ത് ഈ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് അവിടുത്തെ മെയിൻ സ്ഥലങ്ങളിലെല്ലാം ഓരോരോ തിയേറ്ററുകളുണ്ട്. അവിടെ എല്ലാവിടെയും ഇവിടെ സിനിമ നടക്കുന്നത് പോലെ അവിടെ എന്താണ് ഡ്രാമ നടന്നുകൊണ്ടിരുന്നത് ആ ഒരു വീക്ക്. ആളുകളെല്ലാം എല്ലാവരും ഇപ്പം എല്ലാവരും കുറേ ആൾക്കാർ കാണാൻ വരും. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും അവിടെ കാണാൻ വരും. അവിടെ ജോലി ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഇപ്പൊ ആക്ച്വലി ആ കൾച്ചർ ഡെവലപ്പ് ആയി തുടങ്ങിയിട്ടില്ലേ? കുറെ പ്ലേക്ക് ടിക്കറ്റ്സ് വെച്ചിട്ട് ഷോസ് ഇറക്കി. ഞാനും പണ്ടത്തെ അത്രയും നമുക്ക് നമ്മുടെ പഴയ കാലത്ത് ഭയങ്കര സജീവമായിരുന്നല്ലോ. അത് ബ്രേക്ക് ആയി. പക്ഷെ ഇപ്പൊ വീണ്ടും ഒരു എക്സ്ട്രാ സ്റ്റാൻഡേർഡായി എല്ലാത്തിനും. ഇപ്പൊ എന്താ പറയാ ആ വെന്യൂ ആണെങ്കിലും അല്ലെ മൊത്തത്തിലൊരു കുറെ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ ഫ്രെയിമിൽ തന്നെ നമ്മൾ ഞെട്ടും കണ്ടു കഴിഞ്ഞാൽ വിഷ്വലൊക്കെ. അതേപോലെ ഇപ്പൊ കുറെ രക്തരക്ഷസൊക്കെ കണ്ടു കഴിഞ്ഞാൽ എയർപോർട്ടും ഫ്ലൈറ്റും വീണ്ടും ചെറുപ്പത്തിൽ ഓർമ്മയുള്ളതാണത്. അല്ല സ്കൂളിൽ നാടകങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് നിങ്ങളല്ലേ? തെറ്റാതെ നീട്ടി പിടിച്ച ഡയലോഗുകളൊക്കെ പറഞ്ഞിങ്ങനെ. എപ്പോഴാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയത് മാത്യു? ഞാൻ 6ാം ക്ലാസ്സിൽ. ഞാനല്ല സ്റ്റേജിൽ കയറിയതെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു റൂബി മിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്തോ അതിൻ്റെ എഴുത്തിലും കാര്യങ്ങളിലൊക്കെ എഴുത്ത് പറയുന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ നോക്കി എഴുതിയാൽ മതി, വേറെ സ്വന്തമായിട്ടൊന്നും എഴുതണ്ട. അപ്പോൾ ഞാനപ്പോൾ അതെന്തോ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ മിസ് ഇങ്ങനെ നോക്കി, ഇപ്പോൾ വേറെ ഏതോ നാടകത്തിൽ ആളായിട്ടില്ല. അപ്പോൾ മിസ് പറഞ്ഞു പോയി ചെയ്തോന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ സ്റ്റേജിൽ കയറുന്നത്. ആദ്യമായിട്ട് അങ്ങനെയാണ് അഭിനയത്തിലേക്ക് വരുന്നത്. ആ മിസ്സിന്റെ പേരെന്താ? റൂബി മിസ് ആണ് അപ്പം മാത്യുവിനെ മലയാളികൾക്ക് സമ്മാനിച്ചിരിക്കുന്നത്. എന്തായാലും കാണട്ടെ. അതോ റോഷനോ? ഇല്ല, നാടകത്തിലൊന്നും അങ്ങനെ സ്കൂളില് ശരിക്കും ഫാൻസി ഡ്രസ്സും ടാബ്ലോ ഡാൻസ്. ഫാൻസി ഡ്രസ് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കോസ്റ്റ്യൂം മെൽവി. ഞാൻ പെട്ടെന്ന് ഓർക്കാൻ കാരണം എന്നറിയോ, എനിക്കൊരു കോസ്റ്റ്യൂം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവിടെ മൊത്തം അത് ഇഷ്ടപ്പെടാത്തത് ഇവര് വരെ അറിഞ്ഞു. ഇവരൊക്കെ വേറെ കാര്യമല്ല, അവര് വരെ അറിഞ്ഞു. ഞാൻ സെറ്റ് മുഴുവൻ എനിക്കിത് ഇഷ്ടപ്പെടാൻ പറ്റുന്ന പറഞ്ഞിട്ട് ഭയങ്കര എനിക്കപ്പോൾ നമുക്ക് അറിയാലോ ഒരു ഡിസ്കംഫർട്ട്. ഞാൻ അപ്പോൾ എഡിറ്റിന് വന്നപ്പം ഡബിന് നമ്മൾ ഈ സാധനം കാണുമല്ലോ, ഞാനിങ്ങനെ അയ്യോ ഇതായിരുന്നല്ലേ ആ സാധനം എന്നുള്ളതുണ്ടല്ലോ, ആ വിഷൻ ഉണ്ടല്ലോ. അന്ന് ഞാനിങ്ങനെ വെൽവിയുടെ അടുത്ത് ഞാൻ ചൂടായില്ല, പക്ഷെ അസിസ്റ്റൻസിന്റെ ഒക്കെ ഞാൻ വേർപ്പിച്ചിട്ടുണ്ട്. അതുപോലെയാണ് വെൽവിന്റെ ഓരോ സാധനങ്ങള്. ഇതില് തന്നെ ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവല്ലോ കുറച്ച് സാധനങ്ങൾ ഒക്കെ വരുന്നുണ്ട്. അതെ അതെ കാണാം. ഓക്കെ, ഇനിയിപ്പോ സിനിമ തിയേറ്ററിലേക്ക് എത്താറായി നിൽക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പം ഇതുവരെ കുറേ സിനിമകൾ ഇപ്പോൾ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പടം ഇറങ്ങുമ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടാവും, ഇത് ഇന്നതാണ് ഇതന്നെ. എല്ലാത്തിനും നമുക്കൊരു പ്രതീക്ഷയുള്ളത് പടം സക്സസ് ആവണം, ആൾക്കാരിലേക്ക് എത്തണം. ഒരു എക്സ്ട്രാ ഒരു സാധനം, ഈ ഒരു സാധനം ആളുകളിലേക്ക് എത്തുമ്പോൾ അതെങ്ങനെയായിരിക്കും ആൾക്കാരെടുക്കുക, അത് അടിപൊളിയായിരിക്കില്ല, അങ്ങനെ ഒരു തോന്നൽ ഏതെങ്കിലും ഒരു പോർഷനിൽ വന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് എല്ലാ സിനിമയിലും നമുക്ക് അങ്ങനെ നമ്മളൊരിക്കലും എല്ലാ സിനിമയും അടിപൊളിയാവട്ടെ എന്ന് പറഞ്ഞത് തന്നെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ സിനിമയല്ല, സിനിമ ഹിറ്റാവണമെന്നാണ് നമ്മുടെ എല്ലാവരും മനസ്സിൽ. പക്ഷെ നമ്മൾ പറയും ചില സാധനങ്ങൾ, ഇപ്പോൾ ചില ആർട്ട് ഡയറക്ടേഴ്സ് പറയും ഞങ്ങളൊരു 10 ദിവസം ഫുള്ള് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്, ഇത് ആൾക്കാരിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും ഓഡിയൻസ് എടുക്കണേ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അത് അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ലേ? അത് നിങ്ങൾ എടുത്തേക്കുന്ന ഒരു എക്സ്ട്രാ എഫേർട്ട് എന്തെങ്കിലും? ഇതിൽ അങ്ങനെ എടുത്തു പറയാൻ ഇല്ല. എല്ലാ മേഖലകളിലും ടെക്നിക്കൽ സപ്പോർട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആസ് ആൻ ആക്ടേഴ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തരുന്ന എലമെൻറ്റും അത് തന്നെയായിരുന്നു. ഇപ്പോൾ ആർട്ട് ആയിക്കോട്ടെ, മെൽവിയുടെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, റോണിക് ചേട്ടൻ്റെ മേക്കപ്പ് ആയിക്കോട്ടെ, സ്റ്റോറി ജ്യോതിഷേട്ടൻ, സുനിച്ചേട്ടൻ, അങ്ങനെ മ്യൂസിക് യാക്സൻ ആൻഡ് നേഹ. അപ്പോൾ അത്രയും ഒരു സ്ട്രോങ് ടെക്നിക്കൽ സപ്പോർട്ട് നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു എലമെൻ്റ് അല്ല, ത്രൂ ഔട്ട് അവർ നല്ല രീതിയിലാണ് എല്ലാ സീൻ ബൈ സീൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരു പോയിന്റ് എനിക്ക് ഇത് ഇങ്ങനെ ബിഗ് സ്ക്രീൻ ആകുമ്പോൾ ഇത്
എന്തായിരിക്കും എന്ന് നമ്മളപ്പം തന്നെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് വലുതായി വരുമ്പോൾ എങ്ങനെയായിരിക്കും. അപ്പം അതിൻ്റെ വിഷ്വലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇവർ ഈ നെല്ലിക്കാമ്പോയിൽ എന്ന് പറഞ്ഞൊരു നാട് സെറ്റ് ചെയ്തേക്കുന്നത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ്. അപ്പം അത് അതിൽ നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെ കോസ്റ്റ്യൂം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ് ഇട്ടേക്കുന്ന പല സാധനങ്ങളും സെറ്റ് ഇട്ടിട്ടുണ്ട്. അത് ഭയങ്കര സെറ്റ് ഇട്ടതാണെന്ന് പറയത്തില്ല. ഭയങ്കര നീറ്റായിട്ടാണ് നൗഷാദൊക്കെ ചെയ്തേക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ലുക്ക് സെറ്റ് ചെയ്തേക്കുന്നത് ഭയങ്കര പ്രിസൈസ് ആയിട്ടാണ് റോണക്സ് ആയിട്ട്. നൗഫലിക്കയുടെ വിഷൻ, അഭിച്ചേട്ടൻ അത് ക്യാപ്ചർ ചെയ്തേക്കുന്ന, അതിന് കളേഴ്സ് ജഡ്ജ് ചെയ്തേക്കുന്നത്. അപ്പം ഇവർ ഈ എല്ലാ മെയിൻ ടെക്നീഷ്യൻസ് അവർ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് ഈ നെല്ലിക്കാമ്പോയിൽ എന്നുള്ളൊരു നാടിനെ സെറ്റ് ചെയ്തത്. എന്തായാലും താങ്ക് യു. എന്നാലും ക്യാമറയുടെ പുറകിലുള്ള ഒരുപാട് ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അല്ല, അവരാണ് ഇതിന്റെ ബാക്ക് ബോൺ. അതെ, ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും ഓഫ് സ്ക്രീനിലുള്ള നിന്ന് ടെക്നീഷ്യൻസിനാണ് കൂടുതലും നമ്മൾ പ്രൈസ് ചെയ്യുന്നത്. കാരണം അതെ, ഇപ്പോൾ ഈ ലൈറ്റിംഗ് ആയാലും ഇത് കൂടുതലും നൈറ്റ് ആയതുകൊണ്ട് ലൈറ്റിങ്ങും അമ്മാതിരി എന്താ പറയണ്ട, ഒരുപാട് ലിറ്റ് ചെയ്തും അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങൾ, ഇപ്പോൾ വായനശാലയുടെ ഉള്ളിലെ സീൻസ് ആണെങ്കിൽ അത് അത്ര ഡള്ളാക്കിയും. അപ്പോൾ അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നമ്മുടെ ഈ ആർട്ടും ഇതും എല്ലാം ആയിട്ട് ബ്ലെൻഡ് ആയി പോയിട്ടുണ്ട്. ഇപ്പോൾ അഭിലാഷ് ചേട്ടനാണെങ്കിലും നൗഷാദൊക്കെ ആണെങ്കിലും. പിന്നെ ഡയറക്ടറുടെ വിഷൻ, ഒരു എഡിറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് പോകുന്നത്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഓൾസോ നമുക്കൊരു സാധനം ഉണ്ടാവല്ലോ, അത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അത്രയും ഷോർട്ട് ചില കാര്യം എനിക്ക് ഫീൽ ചെയ്തൊരു ഡിഫറൻസ് ആണ്. ഞാൻ പറഞ്ഞത് അത്രയും മതി എന്ന് പറഞ്ഞാൽ അത്രയും മതി. അതിൻ്റെ ഉള്ളിൽ കുറച്ച് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒന്നും വേണ്ട, ഇത് മതി. ആ സാധനം പ്രിസൈസ് സാധനം ഉണ്ടല്ലോ, ഒരു പ്രിസൈസ് ഫീല്, എല്ലാം പ്ലാൻഡ് ആണ്. ഇത് എങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്നുള്ള ആ ഒരു ഫീല് ഭയങ്കര ഷാർപ്പായിട്ട് ചിന്തിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഭയങ്കര വൃത്തിയില് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി നല്ലൊരു എഡിറ്ററും കൂടിയാണ്. പുള്ളിക്ക് അറിയാം. അതുകൊണ്ടാണ് ആ വിഷൻ എപ്പോഴും ഉണ്ട്. അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാറില്ല, അങ്ങനെ സമയം കളയാറില്ലായിരുന്നു. നമുക്ക് എന്താണോ വേണ്ടത് അത്. ഇതുപോലത്തെ ഒരു പടം നൗഫലിക്ക ഒരു എഡിറ്റർ ആയതുകൊണ്ടായിരിക്കാം 52 ദിവസത്തിൽ തീർന്നത്. അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഒരു 70 days ഒക്കെ എടുത്ത് തീർക്കേണ്ട ഒരു സിനിമയാണ്. നൈറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് നൈറ്റ് കുറച്ച് സമയമുള്ള ഷൂട്ട് ചെയ്യാൻ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു എത്ര 8-7 മണി കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒരു 5 ഒക്കെ വിളിച്ചു എന്നിട്ട് പോലും പുള്ളി ഭയങ്കര ഷാർപ്പായിട്ട് എന്താണോ പറയുന്നത് അതിന്റെ കൂടെ തന്നെ ഈ ടെക്നീഷ്യൻസ് എല്ലാം നിന്ന്. അതിപ്പം അഭിചേട്ടനാണെങ്കിലും എടാ അത് ഇങ്ങനെ ഷൂട്ട് ചെയ്താലോ നോക്കിയപ്പോൾ അവര് തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. അടിപൊളി. അപ്പൊ എന്തായാലും ഇതെല്ലാം കൂടി ബാക്കി നോക്കി എല്ലാവർക്കും ഈ സ്ക്രീനിൽ കാണാൻ, നിങ്ങൾ പറയുന്നതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങളുടെ എല്ലാവരും ഭയങ്കര സന്തോഷമുള്ള കാര്യം എല്ലാവരും പറഞ്ഞ് ഒരുപാട് സവിശേഷതകളുള്ള ഒരു സിനിമയാണിത്. എന്തായാലും ഇത് ആളുകൾ ഏറ്റെടുക്കട്ടെ. എല്ലാവർക്കും ഈ ഓൾ ഓവർ ടീമിന് എല്ലാവർക്കും ഞങ്ങളുടെ വലിയൊരു സപ്പോർട്ടുണ്ട്. എന്തായാലും ഈ പടം 1 ഹിറ്റ് ആവട്ടെ. ഇനി നമുക്ക് ഇതിന്റെ സക്സസ് പാർട്ടിക്ക് നമുക്ക് മീറ്റ് ചെയ്യാം എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.